കാഴ്ചയില്ലാത്തൊരു കൺമണിയുടെ കഥയാണ് ഇപ്പൊ പുള്ളിത്തമ്പിയുടെ പുതിയ സൃഷ്ടി. നിന്നോട് എവിടെ കഥ പറഞ്ഞു കേട്ടോ? എന്നോട് സ്റ്റേഷൻ സൈഡ് ഒരു ദിവസം വന്നിരുന്നു. ചായ 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 കിട്ടിയടി? താമസിച്ചില്ലേ? പിന്നെ എവിടെ ഇട്ടു ചായ കൊണ്ടുവന്നില്ല, ഇങ്ങനെ കുടിക്കാം. അത്ര ബുദ്ധിമുട്ടി കുടിക്കണ്ട. തുമ്മല് തുടങ്ങി. ഞാൻ ആവി എടുത്തിട്ട് കിടക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഒരു ആവി പിടിച്ചിട്ട് കിടന്നെങ്കിൽ വല്ല പാടുണ്ടായിരുന്നാ? ആവി പിടിക്കാൻ വെള്ളം തിളപ്പിച്ചതാ. നീ അവിടെ പയറണക്ക് ജോലിയല്ലേ എടി? എന്നിട്ട് സ്റ്റേഷൻ അവിടെ വന്നപ്പോ ഈ പുള്ളി ഒരു എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എവിടെ വീണെന്ന് എന്ത് പറഞ്ഞു? വീണെന്ന് പറഞ്ഞ അല്ല, ഈ കണ്ണില്ല കൺമണിയുടെ പിറകെ ഈ ആ നായിക നടന്നു പോകും, പക്ഷെ നായകൻ തെറ്റിടിച്ച് പോകും. കണ്ണുള്ള വീഴും, കണ്ണില്ലാത്ത അവള് നടന്നു പോകും. എന്തൊക്കെയോ ദേഷ്യം വന്നു പോയതാണ് അവള്. ചെല്ല് ചായട്ടൊന്നുമല്ലേ, കണ്ണില്ല കൺമണി ഒന്ന് വായിക്കാൻ കിട്ടുമോ നോക്കട്ടെ. പ്രസിദ്ധീകരിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? കുറവുണ്ട്. വൈകി രാവിലെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടത്. പോകാതിരിക്കാൻ പറ്റാഞ്ഞോണ്ടല്ലേ പോയത്. വയ്യെങ്കിൽ എന്നിട്ട് അവസാനം എന്താ ആശുപത്രി പോയിട്ട് വന്നില്ലേ? അവിടുന്ന് തന്നെ പോയില്ലേ? അവിടുന്നല്ലേ പോയത്. വയ്യെങ്കിൽ ജോലിയെല്ലാം ചെയ്ത് എന്തിനാ നീ? ഉള്ള കറി എല്ലാം വെച്ചല്ലേ നീ? ആരുടെ ഉള്ള വാശിക്ക് പോലെ എന്തിനാ അങ്ങനെ ഇത്? ഞാൻ വല്ല പരാതിയും പറഞ്ഞ? ഇത്രയും കറി ഉണ്ടാക്കിയിട്ട് ഞാൻ പരാതി പറഞ്ഞ ഏട്ടനോട്? വയ്യാത്തവരെ പോലെ മര്യാദയ്ക്ക് കിടക്കണ്ടേ? എന്തിനാ ഈ ജോലി ഇത്രയും ചെയ്യുന്നത്? ഞാൻ ഇത്രയും നേരമായിട്ട് പനി പിടിച്ച് കിടക്കുക. പച്ചവെള്ളം തരാൻ എനിക്ക് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പരാതി പറഞ്ഞ? ഇല്ലല്ലോ. അച്ചമ്മ എന്തായാലും വിളിച്ചോടെ ഞാൻ കൈയോടെ ആശുപത്രി കൊണ്ടുപോയി. അച്ചമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്തമില്ലായല്ലോ. ഉപേക്ഷ വിചാരിച്ചോണ്ടല്ലേ? അല്ല രാവിലെ ജോലിക്ക് പോവും. ഞാൻ എന്തായാലും കൈയോടെ ആശുപത്രി കൊണ്ടുപോയി. ഇല്ലായിരുന്നെങ്കിലേ ഈ പനി ഒന്നും കൂടി മലമ്പനി വന്ന് ചിക്കൻ പനി വന്ന് സൈലന്റ് അറ്റാക്ക് വന്നായിരുന്നെങ്കിൽ. കനക അവളെന്തേടാ? എങ്ങനെയുണ്ട്? നല്ല കുറവുണ്ട്. പനിയുണ്ടല്ലോ. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ കുറച്ച് കഞ്ഞിടാം. പൊടിയൊരു കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട ചേച്ചി, കഞ്ഞി ഞാൻ കുക്കറിൽ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്തല്ലോ. ഇച്ചിരി വെള്ളം തിളപ്പിച്ചരട്ടെ? വേണ്ട, ആവിയൊക്കെ പിടിച്ചില്ലേ. പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് കഴിച്ച് ഇപ്പൊ കുറേ. അരമണിക്കൂറോടെ വിട്ട് കഴിക്കാൻ ഗുളികയുണ്ട്, പിന്നെ ഒരു സിറപ്പുണ്ട്. അത് കൃത്യമായിട്ട് മുടങ്ങാതെ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് അലർജി ഉണ്ടായിട്ട് കഫക്കെട്ട് വന്നിട്ട് അന്തരീക്ഷത്തിൽ പെടുന്ന കുഞ്ഞുങ്ങളിലേക്ക് പകരുമെന്നാണ് പറയുന്നത്. തുമ്മലും പനിയും. സിറപ്പ് ഞാൻ മേടിച്ച് കഴിച്ചോളാം. ഒന്നും വേണ്ടല്ലോ. വേണ്ട, എനിക്കെന്തേലും വേണം. രാവിലെ ആശുപത്രി പോയിട്ടൊന്നും കഴിച്ചില്ല. ഇല്ലിപ്പെണ്ണേ, എന്തായാലും ഇവിടെ വിളിച്ചാൽ മതി, ഞാൻ വരാം കേട്ടോ. നോക്കണേ, സ്വന്തം ഭാര്യയെ.